എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് വെക്കാം. അതിനുശേഷം നമുക്ക് അതേക്കുറിച്ചിട്ട് സംസാരിക്കാം. രാത്രി ഡൽഹിയിലെ റാണിബാഗ് പ്രദേശത്ത് വെച്ചാണ് 30-കാരിക്കെതിരെ അതിക്രമം നടന്നത്. പിതാംബുരയിലെ ചേരി പ്രദേശത്ത് താമസിക്കുന്ന യുവതി മംഗോൾപുരയിലെ ഫാക്ടറിയിൽ ദിവസവേതന തൊഴിലാളിയാണ്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനായി സരസ്വതി വിഹാർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു യുവതി. ഇവിടേക്കെത്തിയ പ്രതികൾ യുവതിയെ ബലമായി ബസ്സിനുള്ളിലേക്ക് വലിച്ചു കയറ്റി പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. നംഗ്ലോയി ഭാഗത്തേക്ക് ബസ് ഓടിച്ചു പോവുകയും ഇവിടെ വെച്ച് ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് യുവതിയെ ബസ്സിനുള്ളിൽ ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നു. സംഭവ സമയത്ത് ബസ്സിനുള്ളിൽ 3 പേർ ഉണ്ടായിരുന്നെന്നും അതിൽ 2 പേരാണ് തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയതെന്നും യുവതി മൊഴി നൽകി. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം നടന്ന ബസ്സും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ ഒരു സംഭവം നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് ഒരിക്കലും ആർക്കും സാധിക്കില്ല. കാരണം ഇന്ത്യക്കുള്ളിലുള്ള മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് ഏറ്റ ഒരു പൂരമ്പ് തന്നെയാണ് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും കൂടുതൽ ആ ഒരു പെൺകുട്ടിയെ വേദനിപ്പിച്ച, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിന് ഏറ്റവും അധികം കാരണക്കാരനായ പ്രായപൂർത്തിയാവാത്ത യുവാവ് എന്ന് പറയുന്ന ആ ഒരാളെ പിന്നീട് എന്താണ് ചെയ്തത്? ശരിക്കും ഈ ഒരു നിർഭയയുടെ കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഇപ്പൊ മറന്നിരിക്കുന്ന കാര്യമായിരുന്നു. നമുക്കറിയാം, നമ്മൾ മലയാളികൾ ഓരോന്ന് കേട്ട് ചെവിയിൽ വെച്ചിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നു കളയും. അവസരം പോലെ കാര്യങ്ങൾ മറന്നു കളയും, അല്ലെ? പിന്നീട് ഇതുപോലെ എന്തെങ്കിലും സംഭവം വരുമ്പോഴാണ് അയ്യോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ശരിക്കും ആ ഒരു പെൺകുട്ടി അന്ന് അനുഭവിച്ച വേദന, അവളുടെ മാതാപിതാക്കൾ അനുഭവിച്ച വേദനയും യാതനയും വേർപാടും അതിന്റെ ദുഃഖം എത്രത്തോളം തീവ്രതയുള്ളതാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെയാണ് ഇന്ന് ഈ ഒരു പെൺകുട്ടിക്കും സംഭവിച്ചിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ ഇന്ത്യ കാത്തിരുന്ന നീതി ഒടുവിൽ നടപ്പാക്കി. രാജ്യത്തിന്റെ നെഞ്ചിലെ ഉണങ്ങാത്ത മുറിവായ നിർഭയ കേസിലെ 4 പ്രതികളെ പുലർച്ചെ 5:30 ആയിരുന്നു ഒരുമിച്ച് തൂക്കിലേറ്റിയത്. മുകേഷ് കുമാർ സിംഗ് 32 വയസ്സ്, പവൻ ഗുപ്ത 25 വയസ്സ്, വിനയ് ശർമ്മ 26 വയസ്സ്, അക്ഷയ് കുമാർ സിംഗ് 31 വയസ്സ്. ഇവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. ആരാചാർ പവൻ ജല്ലാദാണ് പ്രതികളെ തൂക്കിലേറ്റിയത്. കുറ്റം നടന്ന് 7 വർഷവും 3 മാസവും കഴിഞ്ഞാണ് ശിക്ഷ നടപ്പിലാക്കിയത്. നീതി ലഭിച്ചതായി നിർഭയയുടെ അമ്മ പ്രതികരിക്കുകയും ചെയ്തു. ശിക്ഷ നടപ്പാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ആൾക്കൂട്ടം ജയിലിന് പുറത്ത് മധുര വിതരണം ചെയ്തു. ജനുവരി 22, ഫെബ്രുവരി 1, മാർച്ച് 3 എന്നീ തീയതികളിൽ വധശിക്ഷ നടപ്പിലാക്കാൻ മരണ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും പ്രതികളുടെ ഹർജിയിൽ നിലനിന്ന സാഹചര്യത്തിൽ ഇത് എല്ലാം റദ്ദാക്കുകയായിരുന്നു. 4 മണിയോടുകൂടി സെല്ലുകളിൽ നിന്നും കുറ്റവാളിയെ കഴുമരത്തിന് സമീപത്തേക്ക് കൊണ്ടുപോയി 10 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി അനുവദിച്ചു. മെഡിക്കൽ പരിശോധന നടത്തി ആരോഗ്യം വിലയിരുത്തി കൃത്യം 5:30 4 പേരെയും തൂക്കിലേറ്റി. 6 മണിയോടെ മൃതദേഹങ്ങൾ തൂക്കുമരത്തിൽ നിന്നും നീക്കി ഡൽഹി DD ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. തൂക്കിലേറ്റുന്നതിന്റെ തലേ ദിവസം വരെ വധശിക്ഷ ഒഴിവാക്കാൻ ദയാഹർജികളും പുനഃപരിശോധനാ ഹർജികളും തിരുത്തൽ ഹർജികളും അടക്കം നിയമങ്ങൾ അനുവദിക്കുന്ന എല്ലാ സാധ്യതകളും പ്രതികൾ നോക്കിയിരുന്നു. എന്നാൽ നീതിപീഠങ്ങളും രാഷ്ട്രപതിയും അവയെല്ലാം തള്ളി. ഏറ്റവും ഒടുവിൽ രാജ്യാന്തര നീതിന്യായ കോടതിയെ പോലും പ്രതികൾ സമീപിച്ചു. 2012 ഓടുന്ന ബസ്സിൽ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് റോഡിലെറിഞ്ഞ സംഭവത്തിൽ 6 പ്രതികളാണ് പിടിയിലായത്. ചികിത്സയിലിരിക്കെ പെൺകുട്ടി മരിച്ചു. പ്രതികളിൽ ഒരാളായ രാം സിംഗ് ജയിൽവാസത്തിനിടെ ജീവനൊടുക്കി. മറ്റൊരു പ്രതിക്ക് പ്രായപൂർത്തി ആകാത്തതിനാൽ 3 വർഷത്തെ തടവിന് ശേഷം ജയിൽ മോചിതനായി. മറ്റു 4 പ്രതികൾക്കാണ് വധശിക്ഷ ലഭിച്ചത്. 2012 ഡിസംബർ 16 രാജ്യത്തെ നടുക്കിയ ക്രൂരത. രാത്രിയിൽ സുഹൃത്തിനൊപ്പം ബസ് കാത്തുനിന്ന 26-കാരിയായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയെ അതുവഴി വന്ന ബസ്സിൽ കയറ്റി ഡ്രൈവർ ഉൾപ്പെടെയുള്ള 6 പേരാണ് ഉണ്ടായിരുന്നത്. സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ സംഘം പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിക്കുകയായിരുന്നു. ക്രൂര ബലാത്സംഗത്തിനും പീഡനത്തിനും ശേഷം അവളെയും സുഹൃത്തിനെയും റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ആശുപത്രിയിൽ ജീവന് വേണ്ടി പൊരുതിയ പെൺകുട്ടി ഡിസംബർ 29 ലോകത്തോട് വിട പറഞ്ഞു. സംഭവത്തിൽ രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധമുയർന്നു. പിടിയിലായ പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം. പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് വധശിക്ഷ തന്നെ വിധിച്ചു. ഇത്തരത്തിൽ 4 പേരുടെ വധശിക്ഷ ഒരുമിച്ച് നടപ്പാക്കുന്നത് രാജ്യത്ത് അപൂർവ സംഭവമാണ്. അപ്പോ ആ ഒരു സ്ത്രീക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ചാല് രാത്രിയിൽ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു രാജ്യമായി മാറിയോ ഇന്ത്യ എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ തലസ്ഥാന നഗരിയിലാണ് ഇത്രയും കരളലിയിക്കുന്ന, മനുഷ്യ മനസാക്ഷിയെ ആണിയടിച്ച് വെക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീ ബസ് കാത്ത് നിൽക്കുകയാണ്. നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന്റെ അടുത്ത് ചെന്നിട്ട് അവർ ബസിന്റെ സമയം മറ്റോ ചോദിക്കാനായിട്ട് അവർ ചെന്നതാണ്. അപ്പോൾ അവരെ അതിനുള്ളിലുള്ള കാപാലികന്മാർ വലിച്ചു വെച്ച് വണ്ടിക്കുള്ളിൽ കയറ്റി അതിനുള്ളിൽ വെച്ച് വണ്ടി ഓടിച്ച് വിട്ടിട്ട് ആ ഒരു ഓടുന്ന വണ്ടിയിൽ വെച്ച് ആ ഒരു സ്ത്രീയെ വളരെയധികം ദയനീയമായ രീതിയിൽ അവരെ ബലാത്സംഗം ചെയ്തു എന്നതാണ്. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ഇന്ത്യക്കുള്ളിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും ഇതെന്ത് രാജ്യമെന്ന് തന്നെ തോന്നിപ്പോവാണ്. കാരണം മറ്റ് രാജ്യങ്ങൾ, നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് മറ്റുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല സൂപ്പറാണ്. ശരിക്കും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇതാണ്. പലപ്പോഴും പലരും ഇതേക്കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട്. നമ്മുടെ ഈ ഒരു സിസ്റ്റം തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്, ഈ ഒരു സിസ്റ്റം മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പല തവണ ഇട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പണ്ട് കാലത്ത് എപ്പോഴോ എഴുതി പിടിപ്പിച്ച സിസ്റ്റത്തിനുള്ളിൽ തന്നെ നിൽക്കുകയാണ് ഇവിടെ. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണ്ടേ? ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാത്തിടത്തോളം കാലം ഇത്തരത്തിൽ തന്നെയാണ്. യുവന്മാർക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി യുവന്മാരെയൊക്കെ ജയിലിൽ കൊണ്ടുപോയിട്ട് നല്ല വൃത്തിക്ക് തിന്നാനും കൊടുത്ത് ചിക്കനും മട്ടനും ഒക്കെ കൊടുത്ത് യുവന്മാരുടെ എല്ലായിടവും കൂടെ കനപ്പിച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ യുവന്മാരെ അങ്ങ് അടിപൊളിയായിട്ട് പുറത്തേക്ക് വിടും. ഈ പുറത്തേക്ക് വിടുന്ന സമയത്ത് ഒരു ദിവസം 600 രൂപ കണക്കാക്കി അവർക്ക് നല്ലൊരു തുക കിട്ടുകയും ചെയ്യും. പിന്നെ എന്ത് വേണം? അപ്പോൾ തിന്നു കൊഴുക്കാം, സർക്കാരിന്റെ ചെലവിൽ തിന്നു കൊഴുക്കാം, ഇറങ്ങുമ്പോൾ വേതനവും കിട്ടും.
എനിക്ക് തോന്നുന്നു ഒരു കമ്പനി തുടങ്ങാനുള്ള പൈസ ഇറങ്ങുമ്പോഴത്തേക്ക് കിട്ടും. നിങ്ങൾ തന്നെ കണക്ക് കൂട്ടി നോക്കൂ, 600 രൂപ വെച്ചിട്ട് ഞായറാഴ്ച പോലും അവർക്ക് പൈസ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 600 രൂപ വെച്ചിട്ട് ഒരാൾ ഒരു 6 വർഷം 7 വർഷം അല്ലെങ്കിൽ 10 വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് എത്ര രൂപ ഉണ്ടാവും ഇറങ്ങുമ്പോഴത്തേക്ക്, പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെ? അപ്പൊ അവർക്ക് തന്നെ സ്വന്തമായിട്ട്, അവരെ ആരും ജോലിക്ക് എടുത്തില്ലെങ്കിൽ പോലും അവർക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള പൈസ സർക്കാർ കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, കുറച്ചധികം സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കാര്യം. ഇത്തരത്തിലുള്ള അപരാധങ്ങളൊക്കെ കാണിക്കുന്ന ഡാഷ് മോൺമാർക്കൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു പൈസ വെച്ചിരിക്കുന്നത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയല്ലേ. അപ്പൊ ഇനി കേരളത്തിനുള്ളിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടാവുള്ളായിരിക്കും അല്ലെ? അപ്പൊ എന്തായാലും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിയമമില്ല. കുറേ ദിവസം മാധ്യമങ്ങൾക്ക് പറയാനുള്ള ഒരു ന്യൂസ് അത്രയേ ഉള്ളൂ. പിന്നീട് അവരുടെ വീട്ടുകാരെ പോലും എല്ലാവരും മറന്നുപോകും, ഈ സംഭവിച്ച കാര്യങ്ങൾ പോലും മറന്നുപോകും. 2 ദിവസം ന്യൂസ് ചാനലുകൾക്ക് ആഘോഷിക്കാനുള്ള ഒരു കണ്ടന്റ് അത്രയേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ വല്ലാത്ത കഷ്ടം തന്നെയാണ്. കാരണം സ്ത്രീകൾക്ക് ഇന്നത്തെ കാലത്തും ഈ ഡിജിറ്റൽ ഇന്ത്യക്കുള്ളിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടം തന്നെ. എത്രയോ സ്ത്രീകൾ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ റോഡിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ 8-10 മണിയൊക്കെ ആയി പോകും. അപ്പോഴവർക്ക് അവരുടെ അവസ്ഥയാണ് അവർ നേരിടേണ്ടി വരുന്നതെങ്കിൽ പിന്നെ എങ്ങനെ ഓരോ പൗരനും ഇന്ത്യക്കുള്ളിൽ സുരക്ഷിതരാണ് എന്ന് പറയാൻ സാധിക്കും? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ത്യക്കുള്ളിൽ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ സുരക്ഷിതരാണോ? ഒരിക്കലും അല്ല. ഇതൊക്കെ മാറണം. ഇതൊക്കെ മാറിയാൽ മാത്രമേ ജനങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും ആ ഒരു സ്ത്രീയുടെ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവരെ കാത്തിരിക്കുന്ന അവരുടെ ഫാമിലിയിലുള്ള ആളുകൾ, കുട്ടികൾ, ഭർത്താവ്, ഇവരുടെയൊക്കെ കണ്ണുനീര് ആര് കാണാനാണ്? അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ സർക്കാർ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പണം കൊടുക്കും. ഒരാൾ മരണപ്പെട്ടതിന് ശേഷം, ഒരാൾക്ക് ഒരു ആപത്ത് സംഭവിച്ച് അപമാനം സംഭവിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന പണം എന്തിനാണ്? ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നക്കാനുള്ളതല്ലേ? അതിന് അങ്ങനെ പണം കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നല്ലൊരു സിസ്റ്റം വരുന്നത്, നല്ലൊരു നിയമം വരുന്നത്? ആ ഒരു നിയമത്തെ ഭയന്നു കഴിഞ്ഞാൽ ആരും ഇത്തരത്തിലുള്ള കുത്സിതങ്ങളൊക്കെ കാണിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പണം കൊടുക്കുക, എല്ലാത്തിനും പണം കൊടുക്കുക. നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ പലരും പറയും പണം കൊടുക്കുന്നതിന് എന്താ പ്രശ്നമൊന്നും. പണം കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആ ജീവന് പകരമാവില്ല പണമൊന്നും. ഒരാൾക്ക് ചിലപ്പോൾ 10 ലക്ഷം രൂപയുടെ കടം ഉണ്ടായിരിക്കും. ആ ആൾ മരിക്കുമ്പോൾ സർക്കാർ കൊടുക്കുന്നത് ചിലപ്പോൾ 1 ലക്ഷം ആയിരിക്കും. ബാക്കി 9 ലക്ഷം രൂപ ജീവിച്ചിരിക്കുന്ന അവരുടെ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ ചിലപ്പോൾ എല്ല് മുറുകെ ആ ജന്മം മുഴുവനും കഷ്ടപ്പെട്ടാലും കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. പണം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇങ്ങനെ ഓരോ ആപത്തിൽപ്പെടുന്ന ആളുകൾക്ക് പണം കൊടുത്ത് അവരുടെ ഫാമിലിയിലുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിക്കാനായിട്ട് നിൽക്കാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യാം, എങ്ങനെയെല്ലാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കാതിരിക്കാൻ എന്ത് തടയിടാമെന്നാണ് ശ്രമിക്കേണ്ടത്. അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സംസ്ഥാനത്തിലെയും മുഖ്യമന്ത്രിമാർ തന്നെയാണ്. അവരെടുക്കണം തീരുമാനങ്ങൾ. നമ്മുടെ രാജ്യത്ത് ആഭ്യന്തരം ശക്തമാക്കണം. ആഭ്യന്തര വകുപ്പ് സ്ട്രോങ് ആക്കണം. അനാവശ്യമായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ പിടിച്ചിട്ട് അവന്റെ നെഞ്ചത്ത് ഇടിച്ച് കലക്കുകയല്ല ചെയ്യേണ്ടത്. സാധാരണപ്പെട്ട ആളുകൾക്ക് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഗുണ്ടകളെയും ഇതുപോലെയുള്ള ചെറ്റകളെയൊക്കെ അടിച്ചൊതുക്കണം. അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തണം. എന്നാൽ മാത്രമേ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്നവനാണ് പോലീസ് എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയിട്ടല്ലേ പോലീസിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന ആൾ തന്നെയാണ്. നമ്മുടെ ആഭ്യന്തരം സ്ട്രോങ് ആയിരിക്കണം. ഇന്ന കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് നടക്കണം എന്ന് പറഞ്ഞ് ചെയ്യിക്കണം. അതാണ് വേണ്ടത്. മുമ്പ് നമുക്കറിയാം, നമ്മുടെ പിണറായി സർക്കാർ ഇരുന്ന സമയത്ത് ആഭ്യന്തരം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മനുഷ്യനെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ പോലീസുകാർ നല്ലവർ തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കവും. എന്നാൽ കുറച്ചധികം ആളുകൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? പാവങ്ങളുടെ മുതുകത്ത് കയറുക, നെഞ്ചത്ത് കയറുക, പാവപ്പെട്ട മനുഷ്യരെ ഭാര്യയുടെ മക്കളെ മുമ്പിൽ വെച്ചിട്ട് ചവിട്ടി കൂട്ടുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഈ സർക്കാരെങ്കിലും അത് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ സർക്കാരിൽ തന്നെ കൺഫ്യൂഷനാണ്. ഇതിപ്പോൾ ആര് ഭരിക്കും, ആര് കയറും? ഇവിടെ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ വടംവലി ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ജനങ്ങളായിട്ട് തിരഞ്ഞെടുത്തിട്ട് പോലും അവർക്ക് കസേരയിൽ ഇരിക്കാനായിട്ട് തർക്കമാണ്. എന്നാൽ ആ കസേര എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റിയിട്ട് ഒരു ബെഞ്ച് പണിഞ്ഞിട്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നമുള്ളായിരുന്നു. അതിന് പോലും ഇവിടെ ആരുമില്ല. അപ്പോൾ എന്തായാലും പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മുടെ ജീവനും സ്വത്തിനും ആദ്യം സംരക്ഷണം തരണം. പിന്നീട് നമ്മുടെ രാജ്യത്തെ വികസിപ്പിക്കാനായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഓരോരുത്തരുടെയും ജീവൻ പൊലിഞ്ഞു പോകുമ്പോൾ അതിന് വന്നിട്ട് ഒരു അനുശോചനം ഏൽപ്പിച്ചിട്ട് ഇത്രയും പകലും റോഡിൽ ഇറങ്ങാനും സഞ്ചരിക്കാനും അവർക്ക് ജോലിക്ക് പോകാനും അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നടത്താനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും മറ്റുള്ളവരുടെ ആരുടെയും ശല്യം ഉണ്ടാകാത്ത രീതിയിൽ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അതിനു വേണ്ടിയിട്ട് നിയമിക്കുക. പിങ്ക് പോലീസൊക്കെ ഉണ്ടല്ലോ മുമ്പൊക്കെ. ഇപ്പൊ എങ്ങും നമ്മൾ പിങ്കിനെയൊന്നും കാണുന്നില്ല, ഒന്നിനെയും കാണുന്നില്ല. അപ്പോൾ രാത്രിയിലാകുമ്പോഴത്തേക്ക് ഓരോ പ്രദേശത്തും രാത്രിയിൽ പോലീസുകാരെ കൂടുതലായിട്ട് ഡ്യൂട്ടിക്ക് ഇട്ടേക്കുക. സ്ത്രീകൾക്കൊക്കെ പുറത്തൊക്കെ ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ജീവിക്കണ്ടേ? അപ്പോൾ എല്ലാവർക്കും മെമ്പർഷിപ്പും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനൊന്നും തുടങ്ങാൻ പറ്റില്ല. ആത്മാഭിമാനമുള്ള ആളുകളുണ്ട്, അവർക്ക് പോയി ജോലി ചെയ്തേ പറ്റൂ. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല.
അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ഇട്ടേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യക്കുള്ളിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമം വരട്ടെ. എത്രയൊക്കെ നമ്മൾ വാവിട്ട് അലിച്ചിട്ടും ഒരു കാര്യമില്ല. അതിനെതിരെ ഒന്നും ആർക്കും ശബ്ദിക്കാനായിട്ട് വയ്യ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ. ഇനിയിപ്പോൾ മഴ വരുമ്പോൾ അറിയാതെ എന്തൊരു ആവോ എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഇത്തിരിയെങ്കിലും ആശ്വാസമുള്ളത് ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി നമ്മുടെ വിജയ് ആയതുകൊണ്ടാണ്. കാരണം നേരത്തെ ഇത്ര നാളായിട്ടും പണ്ടെങ്ങോ കൊടുത്ത ഒരു എന്താണ് ഒരു മുദ്രപത്രത്തിന്റെ അല്ലെങ്കിൽ പണ്ടെങ്ങോ സൈൻ ചെയ്ത ഒരു ഒപ്പിന്റെ പേരും പറഞ്ഞിട്ട് ശരിയായ ഒരു തീരുമാനം എടുക്കാതെ നമ്മുടെ സർക്കാർ ഇത്രയും നാളെ നീട്ടി നമ്മുടെ ബഹുമാന്യനായ പിണറായി സർക്കാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി അതിന് മാറ്റം വരുമെന്ന് തോന്നുന്നു. മാറുന്നെങ്കിൽ ഇപ്പോൾ മാറാൻ പറ്റിയ സമയമാണ്. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി മാറി വിജയ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് ഇനി കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വേണമെങ്കിൽ നമുക്ക് ജീവനും സ്വത്തിനും ഒക്കെ ഉറപ്പ് നൽകാനായിട്ട് സർക്കാരിന് സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളിലും ജയിച്ചു വന്ന സർക്കാർ അവരവരുടെ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ കാര്യം വളരെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ സംസ്ഥാനങ്ങളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്ന് ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ തന്നെ സൂപ്പറായി കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പൊ തമിഴ്നാട് സർക്കാർ അവിടെ സെറ്റാക്കുമ്പോൾ കേരള സർക്കാർ ഇവിടെ സെറ്റാക്കണം, ഗുജറാത്തിലെ സർക്കാർ അവിടെ സെറ്റാക്കണം. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അവരവരുടെ സംസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യ തന്നെ നന്നായി എന്ന് തന്നെ പറയാം. അതല്ലാണ്ട് പണത്തിന് വേണ്ടിയിട്ടും അവരവരുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും മാത്രം നിലകൊള്ളുന്ന ഒരു സർക്കാരായി മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അയ്യപ്പന്റെ കോണകം വരെ അടിച്ചുകൊണ്ട് പോയൊരു സർക്കാരുണ്ടായിരുന്നു. ആ ഒരു സർക്കാരിനെ ജനങ്ങൾ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടതാ. അപ്പോൾ അതുപോലെയുള്ള കുൽസിത പ്രവൃത്തികളൊക്കെ കാണിക്കാണ്ട് മാന്യമായിട്ടുള്ള ഒരു ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ഒക്കെ സാലറി എന്താണ് എന്നുള്ള കാര്യം സാധാരണപ്പെട്ട എല്ലാ ആളുകൾക്കും ഇന്നറിയാം. പണ്ടൊന്നും അറിയത്തില്ലായിരുന്നു. കാരണം ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓരോരുത്തർക്കും എത്രമാത്രം ശമ്പളമാണ് കിട്ടുന്നത്, എന്തുമാത്രം അലവൻസ് കിട്ടുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ ലോൺ കിട്ടുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ മുഖ്യമന്ത്രിമാര് ഇപ്പോ കേരളത്തിൽ തന്നെ ഇന്ന ആളാവണം എന്ന് പറഞ്ഞ് കസേരയ്ക്ക് ഇടുന്ന 3 പേരും കൂടി അടികൂടുന്നത് ചുമ്മാതൊന്നുമല്ല. അവർക്ക് മുഖ്യമന്ത്രി ആയാൽ കിട്ടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അവർക്ക് കിട്ടുന്ന അവരിലേക്ക് വന്നു ചേരുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കിടന്ന് കടിപിടി കൂടുന്നത്. അല്ലാതെ ജനങ്ങളെ സേവിച്ചു കൊള്ളാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇതൊക്കെ അറിയാത്ത മണ്ടന്മാരൊന്നും അല്ല ജനങ്ങൾ. എല്ലാവർക്കും എല്ലാം അറിയാം. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.